അപ്പം ഗോവിന്ദൻ എന്ന് പറഞ്ഞ് ഗോവിന്ദ മാഷിനെ ഒരുപാട് ആളുകൾ കളിയാക്കിയിട്ടുണ്ട്. ആരും അദ്ദേഹം പറഞ്ഞതിന്റെ കോർ ഇഷ്യൂ അഡ്രസ്സ് ചെയ്തിട്ടില്ല. അദ്ദേഹം ഉദ്ദേശിച്ചത് വളരെ സാധാരണക്കാർക്കായ മനുഷ്യർക്കും ഒരു വലിയ റെയിൽപാത വന്നാൽ കണക്ടിവിറ്റി ഈസി ആവുമെന്നാണ്. അദ്ദേഹം അതിന് ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞതാണ്. പക്ഷേ വിമർശിക്കുന്ന കാര്യത്തിൽ ആരും അദ്ദേഹത്തോട് മാന്യത പുലർത്തിയിട്ടില്ല. സ്വന്തം പാർട്ടിക്കാരടക്കം കളിയാക്കിയിട്ടുണ്ട്. പക്ഷേ കേരളത്തിന് അതിവേഗ റെയിൽപാത ആവശ്യമുണ്ട്. അത് കേരളത്തെ മുന്നോട്ട് നയിക്കും. അത് ലാഭം നഷ്ടം അങ്ങനെ ഒരു കണക്കില്ല. പൊതുഗതാഗത മേഖല പോലെയാണ് അത് പ്രവർത്തിക്കേണ്ടത്. അതായത് കണക്ടിവിറ്റി കൂടുമ്പോൾ ഓവറോൾ ആയിട്ടുള്ള ഗ്രോത്ത് വരും സംസ്ഥാനത്തിന്. ഇപ്പോൾ മെട്രോ ഒക്കെ ദുബായ് ഒഴികെ ബാക്കി പല രാജ്യങ്ങളിലും വലിയ രാജ്യങ്ങളിലൊക്കെ നഷ്ടത്തിലാണ് ഓടുന്നത്. പക്ഷേ അവരെന്താ അത് നിർത്തൂല. കാരണം അതിന് ചുറ്റിപ്പറ്റി വലിയ രീതിയിലുള്ള വികസനങ്ങളൊക്കെ ഉണ്ടാവും. അതുതന്നെയാണ് കേരളത്തിന് ഉണ്ടാകാൻ പോണത്. എന്തായാലും ഇടതുപക്ഷ സർക്കാരാണ് അതിനൊരു രൂപരേഖ ആദ്യം തയ്യാറാക്കുന്നത്. അത് തടയപ്പെട്ടു. ഇനി കോടികൾ കടമെടുത്തിട്ടായാലും അത് നടക്കട്ടെ, നടക്കാതിരിക്കണ്ട.